ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു സൈലം. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഡിയുടെ ഒരു മാരത്തോൺ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ റീസെൻ്റ്ലി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാൻ. അങ്ങനെ കുറച്ച് പേര് ടെലിഗ്രാമിൽ അയച്ചത് റാങ്കിങ് ആൻഡ് ഓർഡറിങ് ചോദ്യങ്ങൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്താൽ കൊള്ളായിരുന്നു എന്നായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റാങ്കിങ് ആൻഡ് ഓർഡറിങ്ങിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതായത് കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ച എല്ലാ ടൈപ്പുകളും, അതായത് വെറും 3 ടൈപ്പുകളെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ആ എല്ലാ ടൈപ്പുകളും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. എന്തായാലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് എന്തായാലും നിങ്ങളുടെ ഷിഫ്റ്റിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേണം അത് എന്ത് ചെയ്യാൻ, പറയാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: ആൻറ്റി റാങ്ക്ഡ് 11th ഫ്രം ദ ടോപ്പ് ആൻഡ് 15th ഫ്രം ദ ബോട്ടം ഇൻ ഹീസ് ക്ലാസ്. അല്ലെ, ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദേർ ഇൻ ദ ക്ലാസ് എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇവിടെ ഒരാളുടെ ടോപ്പിൽ നിന്നുള്ള റാങ്കും താഴ്ന്നു നിന്നുള്ള റാങ്കും കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? രണ്ടും കൂടെ കൂട്ടിയിട്ട് 1 കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 11 + 15 - 1 എന്ത് വരും? 25. ഓപ്ഷൻ എ 25 ആണ് ശരി ഉത്തരം വരിക. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു ക്യൂല് ഏതെങ്കിലും ഒരാളുടെ ലെഫ്റ്റ് എന്നുള്ള നമ്പറും റൈറ്റ് എന്നുള്ള നമ്പറും ഉണ്ടെങ്കിൽ രണ്ടും കൂടെ കൂട്ടുക 1 കുറയ്ക്കുക, ടോട്ടൽ സെറ്റായി. റെഡി അല്ലേ? ഇത് ചോദിച്ച ചോദ്യമാണ് കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാമിന്. അടുത്ത് നോക്കാം. യോഗേഷ് റാങ്ക്ഡ് 34th ഫ്രം ദ ടോപ്പ് ആൻഡ് 38th ഫ്രം ദ ബോട്ടം ഇൻ ഹിസ് ക്ലാസ്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദേർ ഇൻ ദ ക്ലാസ്? അഗൈൻ സെയിം തിങ് അല്ലേ? ഒരാളുടെ രണ്ട് സൈഡിൽ നിന്നുള്ള നമ്പർ തന്നിട്ടുണ്ട്, സ്ഥാനം തന്നിട്ടുണ്ട്, രണ്ടും കൂടെ കൂട്ടുക 1 കുറയ്ക്കുക. സോ 38, 34, 1 കുറയ്ക്കുന്നു, എന്ത് വരും? 72. 1 കുറച്ചു കഴിഞ്ഞാൽ 71. സോ ടോട്ടൽ എന്ന് പറയുന്നത് വീണ്ടും 38 + 34 - 1 ആണ് 71. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. ഓക്കെ അല്ലേ? റൈറ്റ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 60 people ആർ സ്റ്റാൻഡിങ് ഇൻ എ റോ ഫേസിംഗ് നോർത്ത്. അല്ലെ, 60 ആൾക്കാർ നോർത്ത് ഡയറക്ഷൻ ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. മയാങ്ക് ഈസ് 13th ഫ്രം ദ റൈറ്റ് ഹാൻഡ്. ഒരാൾ റൈറ്റിൽ നിന്ന് 13 ആണ്. വൈൽ കിഷൻ ഈസ് 18th ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്. വേറൊരാൾ ലെഫ്റ്റിൽ നിന്ന് 18 ആണ്. ഹൗ മെനി പീപ്പിൾ ആർ ദേർ ബിറ്റ്വീൻ മയാങ്ക് ആൻഡ് കിഷൻ? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഇൻ ബിറ്റ്വീനിൽ ആൾക്കാർ എത്ര പേരുണ്ട്, അല്ലെ, ഇടയിൽ എത്ര പേരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം ടോട്ടൽ എത്രയുണ്ടെന്ന് നോക്കുക. ടോട്ടൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 60 പേരാണുള്ളത് അല്ലെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒരാളുടെ ലെഫ്റ്റും വേറൊരാളുടെ റൈറ്റും ആണ് ഇവിടെ തരിക. അതായത് L+Rന്റെ വാല്യൂ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. L+Rന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? അല്ലെ, 13ഉം 18ഉം ആണ്. അല്ലെ, 13ഉം 18ഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരും? 31 വരും അല്ലെ. ഇനി നമ്മൾ നോക്കേണ്ടത് L+R ടോട്ടലിനെക്കാളും കുറവാണെങ്കിൽ ജസ്റ്റ് ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. ഇവിടെ L+R ടോട്ടലിനെക്കാളും കുറവല്ലേ, അപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 29 ആണ്. ഓപ്ഷൻ സി 29 ആയിരിക്കും അവർക്കിടയിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാൻ വന്നാൽ ഓൾ 40 സ്റ്റുഡൻസിന്റെ ക്ലാസ് സ്റ്റാൻഡിംഗ് ഇൻ എ റോ. 40 പേരാണ്. റോഹൻ ഈസ് 18th ഫ്രം ദ റൈറ്റ് ഹാൻഡ് വൈൽ കാജൽ ഈസ് 22nd ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്. ഹൗ മെനി പീപ്പിൾ ആർ സ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദം? അഗെയിൻ സെയിം ചോദ്യമാണ്. അപ്പൊ നമ്മൾ ടോട്ടൽ കൃത്യമായിട്ട് തന്നു. ടോട്ടൽ എന്ന് പറയുന്നത് അല്ലെ 40 ആണ്. L+Rന്റെ വാല്യൂ നോക്കുക. L+Rന്റെ വാല്യൂ എന്ന് പറയുന്നത് 18ഉം 22ഉം 40 ആണ്. അപ്പൊ എന്താണ് ഇൻ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ നോക്കുക. ഇവിടെ ഇൻ ബിറ്റ്വീൻ എന്ന് പറയുന്നത് 0 ആവേ വഴിയുള്ളൂ. അതായത് L+Rഉം കൂടെ കൂട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വന്നു? ടോട്ടൽ വന്നു. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കണം? ആരും ഇടയിൽ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് അല്ലെ. എന്താണ്? 0 ആണ് ഡിഫറൻസ് വരിക. അതായത് ഒരാള് ലെഫ്റ്റിൽ നിന്ന് നോക്കുക 18, വേറൊരാള് റൈറ്റിൽ നിന്ന് ഒരാൾ ലെഫ്റ്റിൽ നിന്ന് 22 ആണ് അല്ലെ. ഒരാൾ ലെഫ്റ്റിൽ നിന്ന് 22 നോക്കുക. ഒരാൾ ലെഫ്റ്റിൽ നിന്ന് 22 ആണ്. വേറൊരാൾ റൈറ്റിൽ നിന്ന് 18 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ ടോട്ടൽ കിട്ടുകയാണെങ്കിൽ ഇവിടെ ഇടയിൽ ആരും ഉണ്ടാവില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. സോ ഓപ്ഷൻ D0 ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ അല്ലേ. പെർഫെക്റ്റ്. അടുത്ത നോക്കാം. ഇൻ എ റോ ഓഫ് പീപ്പിൾ ഓൾ ഫേസിംഗ് നോർത്ത്. എല്ലാവരും നോർത്തിലോട്ട് നോക്കി നിൽക്കുകയാണ്. ആലോക് ഈസ് 12th ഫ്രം ദ റൈറ്റ് ഹാൻഡ്. പീയൂഷ് ഈസ് 18th ഫ്രം ദ റൈറ്റ് ഹാൻഡ്. പീയൂഷ് ഈസ് എക്സാക്ട്ലി ബിറ്റ്വീൻ ആലോക് ആൻഡ് പ്രിയങ്ക. ഇഫ് പ്രിയങ്ക ഈസ് 5th ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് ഓഫ് ദ ലൈൻ, ഹൗ മെനി പീപ്പിൾ ആർ ദേർ ഇൻ ദ റോ എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ആലോക് ഈസ് 12th ഫ്രം ദ റൈറ്റ് ഹാൻഡ്. അപ്പൊ നോക്കുക, ആലോക് 12 റൈറ്റ് ആണ്. പീയൂഷ് ഈസ് 18th ഫ്രം ദ റൈറ്റ് ഹാൻഡ്. അതായത് പീയൂഷ് എന്ന് പറയുന്ന ആള് റൈറ്റിൽ നിന്ന് 18 ആണ് അല്ലെ.
പീയൂഷ് ഈസ് എക്സാക്ട്ലി ബിറ്റ്വീൻ ആലോക് ആൻഡ് പ്രിയങ്ക എന്നാണ് പറയുന്നത്. അതായത് പ്രിയങ്കയുടെയും ആലോകിന്റെയും കറക്റ്റ് സെന്ററിലാണ് പീയൂഷ് എന്നാണ് പറയുന്നത്. അതേ പ്രിയങ്ക ഈസ് ഫിഫ്ത്ത് ഫ്രം ദ ലെഫ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഫിഫ്ത്ത് ഫ്രം ദ ലെഫ്റ്റ് എന്ന് പറയുന്നുണ്ട്. ടോട്ടൽ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ പ്രിയങ്ക റൈറ്റ് എന്ന് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. സി, ഇവിടെ പീയൂഷ് കറക്റ്റ് സെന്ററിലാവുമ്പോ ആലോകും നോക്കുക, ആലോകും പീയൂഷും തമ്മിൽ എത്രയാണോ വ്യത്യാസം, 12, 18 എന്ന് പറയുമ്പോൾ 6 വ്യത്യാസം. അത് തന്നെയായിരിക്കും പീയൂഷും പ്രിയങ്കയും തമ്മിലുള്ള വ്യത്യാസം, അതായത് 6. അപ്പൊ 18നോടൊപ്പം 6 കൂട്ടുമ്പോൾ നമുക്ക് എന്താണ് വരിക, 24 റൈറ്റ് ആണ് ആര് വരുന്നത്, പ്രിയങ്ക വരുന്നത്. അപ്പൊ പ്രിയങ്കയുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പറയാം, രണ്ടും കൂടെ കൂട്ടുക, 1 കുറയ്ക്കുക, 29 1 കുറച്ചാൽ 28. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ. ടോട്ടൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, 24 + 5 - 1 വിൽ ബി ഗെറ്റിംഗ് 28. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. ഓക്കെ അല്ലേ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ അല്ലേ. സോ യെസ്, അടുത്ത ചോദ്യം ഇതാണ്, സെയിം കൈൻഡ് ആണ്. ഇവിടെ അഫ്താബ് ഈസ് 18th ഫ്രം ദ റൈറ്റ് ഹാൻഡ്, Apurva is 28th from the right hand. Apurva is exactly between Aftab and Piali. If Piali is 12th from the left hand of the line, how many people are there in the row? അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഐ മീൻ ഇത് ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുക, ഇതിന്റെ ആൻസർ കമന്റ് ആയിട്ട് പറയാം. അപ്പോഴാണ് എനിക്കറിയാം ഓക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളത്. അടുത്ത് നോക്കാം, all 62 people are standing in a row facing north. Shlok is 20th from the right hand, while Biplav is 45th from the left hand. How many people are there between Shlok and Biplav? അപ്പൊ നോക്കാം ഓൾറെഡി ചെയ്താണ് അല്ലെ. ടോട്ടല് 62 L+R വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 45ഉം 20ഉം 65. ഇവിടെ L+R വലുതാണ്, അപ്പൊ നമ്മൾ ഡിഫറൻസ് -2 ചെയ്യണം അല്ലെ. ഡിഫറൻസ് 3 -2 1. ഓപ്ഷൻ ബി ഒരാള് എന്നുള്ളതാണ് ഇവിടെ ശരി ഉത്തരം വരുന്നത്. ഓക്കെ അല്ലേ, റൈറ്റ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം ഇതാണ്, yes, in a row of 97 students facing north, Z is 61st from the right hand. If G is 28th from the left of Z, what is G's position from the left end of the line എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇവിടെ വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം അറിയാം. സി, Z is 61 ആണ് അല്ലെ. Z എന്ന് പറയുന്നത് റൈറ്റിൽ നിന്ന് 61. G is സെഡിന്റെ ലെഫ്റ്റിലാണ് എത്ര, 28. അപ്പൊ നമ്മൾ ലെഫ്റ്റിലോട്ട് 28 കൊടുക്കുമ്പോൾ എന്ത് വരും, 61ഉം 28ഉം 89 ആര്, ജി എന്ന് പറയുന്നത് അല്ലെ. ജി എന്ന് പറയുന്നത് 89 എവിടെ നിന്ന്, റൈറ്റിൽ നിന്ന്. വാട്ട് ഈസ് ജീസ് പൊസിഷൻ ഫ്രം ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ ലൈൻ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ ഒരാളുടെ റൈറ്റ് എന്നുള്ള നമ്പർ അറിയാം, ടോട്ടൽ അറിയാം, ലെഫ്റ്റ് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, 98 ആക്കുക അല്ലെ. ടോട്ടൽ +1 ആണ്, L+R എന്ന് പറയുന്നത് ടോട്ടൽ +1 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 89നോടൊപ്പം എത്ര കൂട്ടുമ്പോഴാണ് 98 വരിക, 9 കൂട്ടുമ്പോഴാണ്. ഓപ്ഷൻ എ 9 വുഡ് ബി ദ റൈറ്റ് ആൻസർ ഹിയർ. ഇനി നിങ്ങൾ ഇതേ ഫോർമാറ്റിൽ ഈ ചോദ്യം എന്ത് ചെയ്യുക, ഹോംവർക്ക് ആയിട്ട് സോൾവ് ചെയ്യുക, ആൻസർ കമന്റ് പറയുക. സോ ദാറ്റ്സ് ഓൾ. ഇനി എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചോദ്യം അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് യൂട്യൂബിൽ നിങ്ങൾ കമന്റ് ആയിട്ട് പറഞ്ഞാൽ മതി, നമുക്കത് സെറ്റ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. ബിഫോർ വൈൻഡിങ് അപ്പ്, യെസ്, നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാച്ചാണ് SSC ഫൗണ്ടേഷൻ ബാച്ച്. കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച്. ടാറ്റ, വീണ്ടും കാണാം.